ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചെയർമാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും യൂട്യൂബിലൊക്കെ സബ് ടൈറ്റിൽസ് കണ്ടിട്ടുണ്ടാവും. ആ സബ് ടൈറ്റിൽസ് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് തന്നെ നമ്മളിടുന്ന സബ് ടൈറ്റിൽസ് നമ്മൾ പറയുന്നതിനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത സബ് ടൈറ്റിൽസാണ് യൂട്യൂബ് കൊടുക്കുന്ന സബ് ടൈറ്റിൽസ്. ആ സബ് ടൈറ്റിൽസിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടർമൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൗസർ അല്ലെങ്കിൽ ക്രോം ബ്രൗസർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ടോപ്പിലുള്ള 3 ഡോട്ട്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്തിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സെർച്ച് ബാർ എടുത്തിട്ട് YT സ്റ്റുഡിയോ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ജസ്റ്റ് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. അപ്പോൾ അതായത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു PC-യിലോ അല്ലെങ്കിൽ ഒരു ലാപ്പിലോ ഒക്കെ എങ്ങനെയാണോ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക അതേമാതിരത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇതിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഒരു ഹോം പേജ് ആണ്. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തുള്ള ആ കാണുന്ന ഒരു പേജാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഈ ലെഫ്റ്റിലായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഞാൻ സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. അതിൽ 7ാമത്തെ ഓപ്ഷനായിട്ടുള്ള സബ് ടൈറ്റിൽസ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലാംഗ്വേജ് ആഡ് ചെയ്യാൻ, പിന്നെ കൂടാതെ നമുക്ക് കുറച്ച് ഭാഷകളിലുള്ള സബ് ടൈറ്റിൽസൊക്കെ, ഞാനിപ്പോൾ മലയാളം ഇംഗ്ലീഷ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് മേലെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യാൻ എന്താ വെച്ചാൽ നിങ്ങൾ ആ ഓട്ടോമാറ്റിക്, അതായത് യൂട്യൂബ് കൊടുത്തിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതായത് യൂട്യൂബ് കൊടുത്ത സബ് ടൈറ്റിൽസിൻ്റെ ഒന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് എഡിറ്റ് കൊടുത്താൽ നമുക്കിവിടെ വേറെ ഒന്ന് കിട്ടും. അപ്പോൾ ഇതെന്തോ ഞാൻ ഓൾറെഡി ഇപ്പോൾ ചെയ്തു വെച്ചതായതുകൊണ്ടാണ് ഇത്രയും തോനെ ക്യാപ്ഷൻസൊക്കെ ഇവിടെ ആഡായി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ടൈമിനനുസരിച്ച് അതായത് ക്യാപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്യാപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ടൈമിൽ, അതായത് ഒരേ കറക്റ്റ് ടൈമിനനുസരിച്ച് അവിടെ ആ ഒരു ക്യാപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ന ടൈമിന് കറക്റ്റ് കിട്ടാനായിട്ട് ഇവിടെ എഡിറ്റ് ആസ് ടെസ്റ്റ് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ആസ് ടൈം എന്നായിട്ടുണ്ടാവും. അപ്പോൾ എഡിറ്റ് ആസ് ടൈം എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോക്സ് ടൈപ്പിൽ ടൈം ഇങ്ങനെ വരും. കറക്റ്റായിട്ട് ഈ ക്യാപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പബ്ലിഷ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ട് സൂക്ഷിക്കാനോ നിങ്ങൾ മറക്കാതിരിക്കുക. സോ ഗൈസ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് തന്നെ ഇത് ചേർക്കാൻ പറ്റും. പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് റിസ്ക് ഒക്കെ തന്നെയാണ്. ആ ക്യാപ്ഷൻ ചേർക്കുന്നത് ടൈമിനനുസരിച്ച് ചേർക്കണം. നമ്മൾ മൊബൈൽ ഫോണിലായതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ടാകും. ഇതൊരു PC-യിൽ അല്ലെങ്കിൽ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ വെറുതെ എങ്കിലും ആ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് അമർത്തിയിടുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കിട്ടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതാണ്. I want to reach 1 million likes. So please sarapakara